ഹായ് ഫ്രണ്ട്സ്, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെ തന്നെയാണ്. അപ്പം നമുക്ക് ഇന്ന് ഒരു ഒറ്റമൂലി പരീക്ഷിച്ചാലോ? പണ്ട് മുതലേ നമുക്കിത് അപ്പൂപ്പനമ്മമാരും അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് തന്നെയാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കുമ്പോൾ എന്താണേലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ യൂസ് ചെയ്തൂടെ. അപ്പോൾ ഇതിനു വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് കുരുമുളകും ജീരകവും കൽക്കണ്ടവും തേനുമാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളകും ജീരകവും ഈ പാനിലോട്ട് ഇടാം. അതൊരു 2-3 മിനിറ്റ് പാനിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് ജസ്റ്റ് ഡ്രൈ ആക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ആക്കിയ 2 സ്പൂൺ വീതമുള്ള കുരുമുളകും ജീരകവും പിന്നെ ഒരു 2-2.5 പീസ് ഒരു കൽക്കണ്ടത്തിൻ്റെ പീസ് കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇട്ടത് ചെറിയ കൽക്കണ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ടു. പിന്നെ അത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, സംഭവം റെഡിയായി. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇച്ചിരി തേനൂടെ കൂട്ടി തേന് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. നമുക്കെന്നിട്ട് ഇതിനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ചുമയ്ക്കും പനിക്കും കഫത്തിനും ഒക്കെ നല്ല ആശ്വാസം തരുന്ന ഒരു നാടൻ ഒറ്റമൂലിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.